ഹലോ എല്ലാവർക്കും, പ്രൈസ് ദ ലോർഡ്. ഞാൻ രാജസ്ഥാനിലാണ് വന്നത്. മൈസെൽഫ് ലിഷ പായസ്. ആൻഡ് ഞാൻ ബിലോങ് ചെയ്യുന്നത് പാലിയിലാണ്, രാജസ്ഥാനിൽ നിന്നും. എൻ്റെ ജേർണി വിശ്വാസത്തിലോട്, കൃപാസനത്തിൻ്റെ മാതാവിനോട് വിശ്വാസത്തോട് എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ പറയാം. ഞാൻ OET എക്സാം 2 പ്രാവശ്യം എഴുതി, ഫെയിലായി. ഫസ്റ്റ് പ്രാവശ്യം എഴുതിയപ്പം നഴ്സിംഗ് തീർന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത്, അയ്യോ എനിക്ക് പഠിക്കാൻ മനസ്സില്ല, ഞാൻ പഠിക്കത്തില്ല ഞാൻ. ആ രീതിയിൽ ചെന്ന് എഴുതി, ഫെയിലായി. സെക്കൻഡ് ടൈം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിന് പഠിച്ചതല്ലേ, പാസ്സാകും. ആ ഒരു വിശ്വാസത്തോട് ഞാൻ മുമ്പിൽ പോയി എക്സാം എഴുതി, ബോർഡർ ലൈനോട് ഫെയിലായി. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ആൽഫി ആൻഡ് എൽസബ. അവർ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഇപ്പോൾ പാസ്സായി UK-യിലാണ്. അവർ ഈ പ്രാർത്ഥന എനിക്ക് തന്ന് എന്നിട്ട് പറഞ്ഞ്, ഇടി നീ നിൻ്റെ മേലിൽ വിശ്വസിച്ചാലും വേണ്ട, മാതാവിൻ്റെ മേലിൽ വിശ്വസിച്ചാൽ മതി. എന്നിട്ട് ഇവർ എനിക്ക് ഈ പ്രാർത്ഥന തന്നിട്ട് പറഞ്ഞു, എല്ലാ രാവിലെ 5:30 AM നിങ്ങൾക്കിത് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു വലിയ ചേച്ചി ഉണ്ടായിരുന്നു, ലിറ്റിക പായസ്. ചേച്ചിക്ക് 2 കൊച്ചുങ്ങളുണ്ടായിരുന്നു. അവരൊരു 7-8 മന്ത്സിൻ്റെയാണ്. എന്നിട്ട് ചേച്ചിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഒരു രീതിയിൽ കൊച്ചുങ്ങൾ കരച്ചിലും ബഹളവും. മമ്മിക്ക് ഡ്യൂട്ടിയിൽ പോകണം. എന്നിട്ട് മമ്മി ഡ്യൂട്ടിയിൽ നിന്ന് വന്നിട്ട് ആ കൊച്ചുങ്ങളെ നോക്കണേ. ആ ഒരു നേരം ചേച്ചിക്ക് കൊച്ചുങ്ങളെ നോക്കണം. ക്ലാസ്സസ് ആ നേരത്തിലാണ്. ആ സമയം ചേച്ചിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് പഠിച്ചില്ലെങ്കിലും സാരമില്ല, ചേച്ചി ഈ പ്രാർത്ഥന ഒന്ന് എടുത്ത് പ്രാർത്ഥിക്കും. എന്നിട്ട് ചേച്ചി പറഞ്ഞു, ഓക്കേടാ ഞാൻ വിശ്വസിക്കാൻ, നീ എഴുന്നേൽക്കുമ്പം എന്നെ എഴുന്നേൽപ്പിച്ചാൽ മതിയെന്നു. അങ്ങനെ ചേച്ചി എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കുറച്ച് ദിവസത്തിൻ്റെ അങ്കിൽ 21st March ഈ വർഷം 21st March ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഓൺലൈൻ കൃപാസനത്തിൻ്റെ ഒരു ഓൺലൈൻ ഇതുണ്ട്, അതിൽ ഞങ്ങൾ ഈ ഫോറം നിറച്ചു. എന്നിട്ട് ഞങ്ങൾ ആ പ്രാർത്ഥനയൊക്കെ ചെയ്ത് കഴിഞ്ഞ് OET എക്സാം സെൻറ്ററിലെത്തി. സെൻറ്ററിൽ കയറുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടുമെന്ന്. അങ്ങനെ ആ പ്രാർത്ഥന ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് എക്സാം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ റീഡിങ് സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെഷനുണ്ട്, അത് സ്റ്റാർട്ടായപ്പോൾ ആ പഴയ പേടി, ഞാൻ പിന്നെയും ഫെയിലാകും, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ മനസ്സിൽ വരുക. അപ്പം ഒരു ഫീമെയിൽ വോയിസ്, എനിക്ക് തീർച്ചയായും വിശ്വാസം അത് മാതാവായിരുന്നു. എന്നോട് പറയുക, കൊച്ചുടമ്പടി എടുത്തതല്ലേ, കൊച്ചെന്തിനാ പേടിക്കുന്നത്, ഞാൻ നോക്കും, കൊച്ചിനെ ഞാൻ ജയിപ്പിക്കും. ആ വിശ്വാസത്തോടെ ഞാൻ റീഡിങ് എങ്ങനെയോ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഞാൻ ഉത്തരമെല്ലാം അതനുസരിച്ച് എഴുതി. അത് കഴിഞ്ഞിട്ട് ലിസണിങ് സെഷൻ തുടങ്ങിയപ്പം എൻ്റെ കാതിലിരുന്ന ഹെഡ്ഫോൺസ് ചീത്തയായപ്പം നോർമലി എക്സാം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണ്, ആ ഓഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരത് ശരിയാക്കും. പക്ഷേ എൻ്റെ അത് നടന്നില്ല. ആ ഓഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുക, അവർ സ്റ്റോപ്പ് ചെയ്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കുക, കർത്താവേ അത് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ, ഓഡിയോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഞാനിതെങ്ങനെ റീഡ് ചെയ്യും? ഇതാണ് എൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് 1 minute പ്രിപ്പറേഷൻ ടൈം കിട്ടും ആ സെൻറ്റൻസ് റീഡ് ചെയ്യാൻ. ഞാൻ സെൻറ്റൻസും റീഡ് ചെയ്തില്ല, എൻ്റെ ഓഡിയോ സ്റ്റാർട്ടുമായി. അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ കാതിൽ ആ ഹെഡ്ഫോൺ തന്നു. അപ്പോൾ മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കൊച്ചല്ല, ആ ആൾ പറയുന്ന ഇയർഫോണിൽ പറയുന്ന ഒരു വോയിസിൻ്റെ കൂടെ ചെല്ല്, എന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ കൂടെ ചെല്ല്. അന്ന് എന്നോട് പറഞ്ഞു, കൊച്ചു ഉടമ്പടി എടുത്തതാ, ഞാൻ കൊച്ചിനെ നോക്കും. 2 പ്രാവശ്യം ഞാൻ കേട്ടു ഇത്, കൊച്ചുടമ്പടി എടുത്തതാ, ഞാൻ കൊച്ചിനെ നോക്കും. എന്നിട്ട് ഞാൻ ഈ സെൻറ്റൻസിൻ്റെ കൂടെയും ആ ഓഡിയോയുടെ കൂടെയും നടന്നു.
13 ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ OET തിരിച്ച് ഫെയിലായിരുന്നു. എനിക്ക് 13 ബ്ലാങ്ക്സ് കിട്ടി. പക്ഷെ ഞാൻ ഷുവർ അല്ലായിരുന്നു, കർത്താവേ ഇത് മാതാവേ ഇത് ശരിയാണോ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് എക്സാം ലിസ്ണിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മാതാവ് ഇത് ശരിയാണോ എനിക്കറിയത്തില്ല. അപ്പോൾ മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അകത്തുനിന്ന്, കൊച്ച് എഴുതിയ എല്ലാം ശരിയാ, കൊച്ച് വിഷമിക്കണ്ട. അത് കഴിഞ്ഞിട്ട് എക്സാമൊക്കെ കഴിഞ്ഞ്, ചേച്ചിയുടെ എക്സാം കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ഞാൻ OETയുടെ റിസൾട്ട് വരാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് റീഡിങ്ങിലും കൂടുതൽ എനിക്ക് ലിസണിങ്ങിൽ ആയിരുന്നു. 13 ബ്ലാങ്ക്സ് ഫുൾ എൻ്റെ കറക്റ്റായിരുന്നു അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് OET ഞാൻ ക്ലിയർ ആയി കഴിഞ്ഞിട്ട് ഇനി എൻ്റെ CBT എക്സാം ആയിരുന്നു. CBT എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്ക് പഠിക്കാനൊരു കോൺസെൻട്രേഷൻ വരുന്നില്ല. എനിക്കിതായിരുന്നു, ഇത് എത്ര ഒരു 1 PDF കൺസിസ്റ്റ് ഓഫ് 1000 ക്വസ്റ്റ്യൻസ്. ഒരു PDF-ൽ 1000 ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ PDF-ൽ 500 ക്വസ്റ്റ്യൻ. അതും ഞാൻ എങ്ങനെ കവർ ചെയ്യാൻ എനിക്കറിഞ്ഞൂടാ. എന്നാലും ഞാൻ എങ്ങനെയോ പഠിച്ചെടുത്തു പോയി എക്സാമിലിരുന്ന് അതിൽ വന്ന 10 ക്വസ്റ്റ്യൻസ്, 90 ക്വസ്റ്റ്യൻസ് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെയാണ്, മാതാവ് ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് 90 ക്വസ്റ്റ്യൻസ് അറിയത്തില്ല, എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷനല്ല, ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ല, അതെനിക്കൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എക്സാം എഴുതുന്നു, മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കൊച്ചേ ഇതിങ്ങനെയാ, ഈ ഓപ്ഷൻ ചൂസ് ചെയ്യും, കൊച്ചി ഇതിങ്ങനെയാ, ഇതെടുക്ക്. അങ്ങനെ എടുത്തോണ്ട് ഞാൻ ഓപ്ഷൻ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ വലിയ സീനിയേഴ്സ്, എന്നേലും എക്സ്പീരിയൻസ്ഡ് അവിടെ നിൽക്കുക. ഞാനോർത്ത് ഞാൻ പോയി ഇവർക്ക് കിട്ടി, എനിക്ക് കിട്ടത്തില്ല. എനിക്ക് 10 അറിയത്തുള്ളായിരുന്നു, ഇവർക്ക് എല്ലാം അറിയാം. അവരൊക്കെ പറയുമായിരുന്നു കൊള്ളാമായിരുന്നു, ഈസി ആയിരുന്നു, ഞങ്ങൾക്ക് വാർഡിലൊക്കെ ചെയ്യുന്നത് പോലെയായിരുന്നു. പക്ഷേ എൻ്റെ അകത്ത് ഇതായിരുന്നു, മാതാവേ എനിക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ആ വാൾപേപ്പർ ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഈ ബൈബിൾ വചനം ഞാൻ ഈ വാൾപേപ്പർ ഞാൻ എപ്പോൾ വെച്ചതാ എനിക്കും പോലും അറിയത്തില്ല. എനിക്ക് ആകെ ഇതിൽ ട്രസ്റ്റ് വേർഡ് ഇഷ്ടപ്പെട്ടു, ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും കാണുന്ന ആ ദിവസമാണ് ഞാൻ തുറന്നത്. ഇതിലെഴുതി വച്ചേക്കുക, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. അർത്ഥം ഇത് തന്നെയാണ്, നീ നിൻ്റെ മേളിലല്ലാതെ എൻ്റെ മേളിൽ വിശ്വസിക്കും. അപ്പം ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത ആളല്ലേ, ഞാൻ തീർച്ചയായും പാസ്സാകും. അതുകൊണ്ട് ഞാൻ ഭയങ്കര വിശ്വാസത്തിൽ മുമ്പ് ചെന്നിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു മെയിൻ സ്റ്റാഫ് ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ PDF ആയിട്ട് ചേച്ചിക്കും എല്ലാ ഈ സീനിയർ സ്റ്റാഫ് അവർക്കൊക്കെ കൊടുക്കുക. എന്നിട്ട് അവരൊക്കെ പറയുക, ന്യൂമറസിൽ പോയി സാരമില്ല, അവരോട് പറയുക, ചേട്ടൻ ക്ലിനിക്കൽ പാർട്ട് ബിയിൽ പോയി സാരമില്ല പിന്നെ എഴുത്. ഞാനോർത്ത് ഇവർ ഇത്തരം എക്സ്പീരിയൻസ് ആയ ആൾക്കാർ ഫെയിൽ ആകുക, ഞാൻ എന്ത് ചെയ്യും? അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൊച്ച് ഒത്തിരി യങ് ആണല്ലോ, കൊച്ച് ഇത് CBT എഴുതി കഴിഞ്ഞിട്ട് കൊച്ചിന് 2 സെഷനിൽ പാസ്സായി. എന്നിട്ട് പറഞ്ഞു കൊച്ച് ന്യൂമറസിലും ഫുള്ളാണ്, ഇതിൽ പാർട്ട് ബിയിലും കൊച്ച് പാസ്സായി. എന്നിട്ട് എല്ലാവരും തിരിഞ്ഞ് എന്നെ നോക്കുക, കാരണം ഏറ്റവും ചെറുതും അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഞാൻ മാത്രമുള്ളായിരുന്നു. എനിക്ക് അറിയാൻ പറ്റത് 10 ക്വസ്റ്റ്യൻസ് മാത്രം. എന്നിട്ട് ഞാൻ CBT പാസ്സായി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടി നടന്നായിരുന്നു UK വേണ്ടി. UK ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നല്ല പോലെ നടന്നു, എല്ലാം നല്ലതായിരുന്നു. അവരെനിക്ക് നമ്മൾ പറയും ഒരു ഫോം തരും, അതിൽ നമ്മളുടെ എത്ര സാലറിയാ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഞങ്ങൾക്ക് തരും അത് തന്നായിരുന്നു. അതനുസരിച്ച് ഞാൻ നോക്കിയപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനോട്ട് സൈൻ ചെയ്യാമല്ലോ, നമുക്കിനി അല്പം പോവാം. അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, കൊച്ച് ഇപ്പം സൈൻ ചെയ്യല്ലേ, ഇതാദ്യം കൊച്ചിൻ്റെ അനിയത്തിക്ക് കൊടുക്ക്. അപ്പം ഞാനോർത്ത് ഇത് ശരിയാണോ? അപ്പം തന്നെ എൻ്റെ അമ്മയും വന്നിട്ട് എന്നോട് പറയുക, കൊച്ച് ഇത് സൈൻ ചെയ്യല്ലേ, ഇത് കൊച്ചിൻ്റെ അനിയത്തിക്ക് കൊടുക്ക്.
ഞാനോർത്ത് ഇത് 2 പ്രാവശ്യം ഇങ്ങനെ മാതാവ് ആദ്യം പറഞ്ഞു, പിന്നെ അമ്മയും പറയുക. എന്നിട്ട് ഞാൻ ആ സമയത്ത് എൻ്റെ ഈ PDF എൻ്റെ അനിയത്തിക്ക് കൊടുത്തു, എടി ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞു. എനിക്കതിലൊന്നും കാണാൻ കിട്ടില്ല. ഞാൻ ആകെ കണ്ടത് ബെനിഫിറ്റ്സ് എത്രയാണെന്ന്. അവൾ പറഞ്ഞു, എടി ഇതിൽ അക്കോമഡേഷൻ അത്ര ഒന്നുമില്ല, നീ ചെന്നാൽ നിനക്ക് നിൽക്കുന്ന സ്ഥലം നിനക്ക് തന്നെ തപ്പി പിടിച്ചുകൊണ്ട് എടുക്കണമെന്ന്. ഞാനോർത്ത് കർത്താവ്, ഇപ്പം ഞാൻ സൈൻ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഒരു സ്ഥലവും എല്ലാം എനിക്ക് എൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം പോയേനെ. അങ്ങനെ ഞാൻ ആ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാതിരുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താലായിരുന്നു. 2ാമത്തെ ആപ്ലിക്കേഷൻ എനിക്ക് കിട്ടിയത് സൗത്ത് ടീസിലായിരുന്നു. അത് ഞാൻ ഫുൾ ഇൻ്റർവ്യൂ കൊടുത്ത് എനിക്ക് ആ ഓഫർ ലെറ്ററും കിട്ടി. അത് സൈൻ ചെയ്യാൻ ആദ്യം ഞാനിങ്ങനെ ഇച്ചിരി പുറകിലായിരുന്നു. മാതാവ് ഇത് ശരിയാണോ, ഇത് ഞാൻ അനിയത്തിക്ക് വിടണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ വിട്ടു എൻ്റെ അനിയത്തിക്ക്. അപ്പം മാതാവ് ഇങ്ങനെ പറയുക, കൊച്ചി ഇത് സൈൻ ചെയ്, ഇത് കൊച്ചിനുള്ള സ്ഥലമാണ് കേട്ടോ, കൊച്ചു സൈൻ ചെയ്. എൻ്റെ അനിയത്തി അപ്പം തന്നെ എന്നെ വിളിച്ചു, എടി നീ ഇതിൽ സൈൻ ചെയ്തിൽ നിനക്ക് ബെനിഫിറ്റ്സാ, നീ അവിടെ എത്തുമ്പോൾ തന്നെ നിനക്ക് 500 pounds അഡ്വാൻസ്, 2 months അക്കോമഡേഷൻ, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് എനിക്ക് അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് സൈൻ ചെയ്തു. അങ്ങനെ ഒത്തിരി പ്രാവശ്യം എന്നോട് മാതാവ് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഞാൻ ചേച്ചിക്ക് ഉടമ്പടിയുടെ പ്രാർത്ഥന കൊടുത്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചേച്ചിക്ക് ഉടമ്പടിയുടെ പ്രാർത്ഥന കൊടുത്തു കഴിഞ്ഞിട്ട് ചേച്ചി കൊച്ചുങ്ങളുടെ കൂടെ ഇരിക്കുക, ചേച്ചിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ചേച്ചി എന്നിട്ട് എന്നോട് പറയടി, നീ ചെന്ന് പഠിക്ക്, ഞാൻ കൊച്ചുങ്ങളെ നോക്കിക്കൊള്ളാം, ഞാൻ ഫെയിലായാലും സാരമില്ല, നീ പഠിച്ച് പുറത്തു പോകാൻ നോക്ക്, പാസ്സാകാൻ നോക്ക്, നമ്മളുടെ ഫാമിലിനെ രക്ഷപ്പെടുത്താൻ നോക്കുക എന്നോട് പറയുക. എന്നിട്ട് ഞാൻ ചേച്ചിക്ക് ഈ പ്രാർത്ഥന കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഇത് പ്രാർത്ഥിച്ചാൽ മതി, ചേച്ചിക്ക് ഈ വിഷമത്തിൻ്റെ അകത്തുനിന്ന് മാതാവ് പിടിച്ച് വലിച്ച് പുറത്തെടുക്കും, ചേച്ചി പാസ്സാകും. ചേച്ചി അപ്പം ഭയങ്കര വിശ്വാസത്തോടെ പറഞ്ഞു, എടി നീ എഴുന്നേൽക്കുമ്പോൾ എന്നെ എഴുന്നേൽപ്പിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. അങ്ങനെ 2 പേരും പ്രാർത്ഥിച്ച് ചേച്ചി എക്സാം കഴിഞ്ഞ് റിസൾട്ടിൻ്റെ ദിവസം ചേച്ചി എൻ്റെ മുമ്പിൽ ഇരിക്കുക. എന്നിട്ട് പറയുക, എടി ഞാൻ ഫെയിലാ, നീ എന്നെ തുറന്ന് നോക്കണ്ട, കാരണം 2 കൊച്ച് വെച്ച് ഞാൻ എങ്ങനെ പാസ്സാകുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി വിശ്വാസമുണ്ടോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റിസൾട്ട് നോക്കാം. അപ്പോൾ ചേച്ചി എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തുറന്നപ്പോൾ ചേച്ചിക്ക് കിട്ടിയ അയർലാൻഡ് സ്കോർ. എന്നിട്ട് ഇപ്പോൾ ചേച്ചിയുടെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാറായി, ഇപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റേജിലാണ്, എളുപ്പം പോകും. ഞാനാണെങ്കിൽ ഈ സെപ്റ്റംബറോ നവംബറിൽ പോകാനിരിക്കുക. ഇങ്ങനെ മാതാവ് ഞങ്ങളെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്തിറക്കി. അതല്ലാതെ എൻ്റെ അമ്മ ഒരു 2 weeks മുമ്പ് മമ്മിക്ക് ഒത്തിരി BP ഉണ്ട്. നോർമലി 150-80 ഇങ്ങനെ വരാറുണ്ടായിരുന്നു. സഡൻലി അത് 150-105 ആയി, ഡയസ്റ്റോളിക് കൂടി. അപ്പം ഞങ്ങൾക്ക് പേടിയായി. മമ്മിക്കാണെങ്കിൽ ശരിക്കും ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്വെറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഞാൻ പേടിച്ചിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ കൂടി ഇതും ആഡ് ചെയ്തു. കുറച്ച് ദിവസത്തിന് ഒരു 5 to 6 ഡേയ്സിൻ്റെ അകത്ത് മമ്മിയുടെ സ്വെറ്റിംഗ് നിന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മമ്മിയുടെ BP 130-90 എത്തി. അപ്പോൾ ഞങ്ങൾ ഓർത്ത്, ഓക്കെ മമ്മി ശരിയാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മമ്മി ശരിയാകും, ആ വിശ്വാസത്തിൽ കൂടി. എന്നിട്ട് മമ്മിയുടെ കൊളസ്ട്രോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് മമ്മിയുടെ ഈ ഡോക്ടറിനെ കാണിച്ചായിരുന്നു, പക്ഷെ മരുന്നൊന്നും എടുത്തില്ല. അവർ ലാബ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മമ്മിയുടെ LDL വന്നതാ 300. ഒരു 100ൻ്റെ അകത്ത് നിൽക്കണ കൊളസ്ട്രോളാണ് മമ്മിയുടെ 300ൽ നിൽക്കുന്നത്. കുറയാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് മമ്മിയുടെ ഒരു കമ്പാനിയൻ പറഞ്ഞു, ആസ്പിരിൻ എടുത്ത് നോക്കും. അങ്ങനെ മമ്മിക്ക് അത്ര ഇതില്ലായിരുന്നു. എന്നിട്ട് മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മമ്മിക്ക് ഇങ്ങനെ തോന്നും, എടുക്കണം. ആരോ അകത്തുനിന്ന് പറയുക, എടുക്കണം. അങ്ങനെ മമ്മി ആസ്പിരിൻ എടുത്തു കഴിഞ്ഞ് ഒരു വിത്തിൻ 5 to 6 days മമ്മി പിന്നെയും ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മമ്മിയുടെ LDL വന്ന് നോർമൽ. അത് എങ്ങനെ വന്ന് മമ്മിക്ക് അറിഞ്ഞൂടും. മമ്മി എന്നെ ഒരു 2 ദിവസം മുമ്പേ വിളിച്ച് പറഞ്ഞതാ, എടി എൻ്റെ കൊളസ്ട്രോൾ നോർമൽ വന്നടി,
അത് പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിൽ എല്ലാം നടന്നത് കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം, ഒരു വിശ്വാസം, അത് കൊണ്ട് മാത്രം നടന്നതാണ്. പിന്നെ എൻ്റെ മലയാളം അത്ര നല്ലതല്ല, ഞാൻ രാജസ്ഥാനിൽ നിന്നാണ്. അത് കാരണം അത്രയ്ക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. ഈ മാതാവ് കാണാൻ എനിക്ക് ഇത്രയും പോലും മലയാളം പറയാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ഇത്രയും പോലും പറയുന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്. വേണമെങ്കിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും അവരെല്ലാവരും ഷോക്കാണ്. കാരണം എല്ലാവരും അവർക്കറിയാം എനിക്ക് മലയാളം അത്രയ്ക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റഡി ആണോ, എൻ്റെ ലാംഗ്വേജ് ആണോ, എൻ്റെ മമ്മിയുടെ ഹെൽത്താണോ, എല്ലാത്തിനും മാതാവിനെ കണ്ടിട്ടുണ്ട്. മാതാവിന് സ്തുതി, മാതാവിന് നന്ദി.